വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കുങ്കുമവും ചേർത്ത് പിടിച്ച് ശാലിനി പറയുകയാണ്, ഭർത്താവുമായി പിരിഞ്ഞ ശേഷവും ദിവസവും താലി തൊട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയുടെ മകളാണ് ഞാൻ. വിഷ്ണുവേട്ടന് ഒരാപത്തും വരരുതേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ശാലിനി. അതേസമയം ഗോഡൌണിൽ വിഷ്ണു കാലിൻ്റെ ചോരയൊക്കെ തുടച്ചിട്ട് ഒരു സ്ഥലത്തങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം വിഷ്ണുവിനെ നേരത്തെ ഗോഡൌണിൽ വെച്ച് കണ്ടയാൾ മുതലാളിയും വിളിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ദേ ആ ഇരിക്കുന്ന ആളിനെ കണ്ടോ, അതാരാടാന്ന് മുതലാളി ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ്, അത് വിഷ്ണുവാണ്. അന്നേരം മുതലാളി ചോദിക്കുകയാണ്, വൈകുണ്ഠത്തിലെ വിഷ്ണു ഒന്നും അല്ലല്ലോ. ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇത് സത്യഭാമയുടെ മോനാണ്. അന്നേരം അന്തം വിട്ട് മുതലാളി ചോദിക്കുകയാണ്, സത്യഭാമയുടെ മോനോ, ഇവൻ എങ്ങനെയാ ഇവിടെ വന്നത്? നമ്മളിതൊക്കെ കോൺട്രാക്റ്റ് കൊടുക്കുന്നതല്ലേ, കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ആ കമലനോ ദാസനോ ചെയ്ത പണിയാണിത്. ഇതിപ്പോൾ സാറിന് പണിയായെന്ന് അയാൾ പറയുമ്പോൾ മുതലാളി ചോദിക്കുകയാണ്, എനിക്കെങ്ങനെയാണ് പണിയാവുന്നത്? അത് സത്യഭാമ അറിഞ്ഞാൽ സാറിൻ്റെ ഈ സ്ഥാപനം മാത്രമല്ല ഉള്ള എല്ലാ സ്ഥാപനങ്ങളിലും സത്യാമ്മ പൂട്ടിക്കും. സാറ് വഴിയുണ്ടെന്നും പറഞ്ഞ് മുതലാളിയും കൂട്ടി പോവുകയാണ് അയാൾ. അന്നേരം മുതലാളിയുടെ കൂടെ വന്ന ആ പെൺകുട്ടി വിഷ്ണുവിനെ ശ്രദ്ധിച്ചിട്ട് ഒന്ന് മനസ്സിൽ പറയുകയാണ്, സത്യഭാമയുടെ മകൻ വിഷ്ണു. അതേസമയം ഇവർ പറയുന്നതെന്നും അറിയാതെ അവിടെ ഇരുന്ന് തുണി കൊണ്ട് കാലിലെ മുറിവ് കെട്ടുകയാണ് വിഷ്ണു. അതേസമയം ശാരദാമ്മയുടെ വീട്ടിൽ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ശ്യാമയെ നേരത്തെ ഗോഡൌണിൽ വെച്ച് വിഷ്ണുവിനെ കണ്ട ആ പെൺകുട്ടി ഫോൺ ചെയ്യുകയാണ്. അന്നേരം ശ്യാമ പറയുകയാണ്, ഈ ലെവൽ തീരാറായതാണ്, ഇവളെന്തിനാ ഇപ്പോൾ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ്. അന്നേരം വിളിച്ച കുട്ടി പറയുകയാണ്, നീ ഫോൺ എടുക്കുമോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു, അതെന്തിനാ ഫോൺ എടുക്കാതിരിക്കുന്നതെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുകയാണ്, കോളേജ് ഫസ്റ്റ് ആവാൻ നമ്മൾ തമ്മിലാണല്ലോ മത്സരം, അപ്പോൾ മനസ്സിലൊരു ശീതസമരം കാണുമെന്ന് ഞാൻ കരുതി. അന്നേരം ശ്യാമ പറയുകയാണ്, അതെന്തോ ആയിക്കൊള്ളട്ടെ, നീ എന്തിനാ വിളിച്ചത്? അന്നേരം ആ കുട്ടി പറയുകയാണ്, നിന്നേക്കാൾ ഒരു പടി താഴെയാണ് ഞാൻ, കോളേജിൻ്റെ പടി പോലും കണ്ടിട്ടില്ലെങ്കിലും നിൻ്റെ ശാരികേച്ചി അടിച്ചെടുത്തത് നമ്മുടെ കോളേജ് ലെക്ചറല്ലേ. അത് കേട്ട് ദേഷ്യം വരികയാണ് ശ്യാമയ്ക്ക്. പിന്നീടും ആ കുട്ടി പറയുകയാണ്, പക്ഷേ നിന്റെ ശാരികേച്ചിയെ രാജീവ് സാറിൻ്റെ വീട്ടുകാർ അടിച്ചിറക്കിയെന്ന് കേട്ടല്ലോ. അന്നേരം ശ്യാമ ചോദിക്കുകയാണ്, മറ്റുള്ളവരുടെ വേദനയിൽ നിനക്ക് എന്ത് ആനന്ദമാണ് കിട്ടുന്നത്? കൊതുകിന് ചോര കുടിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസമോ? ഏതായാലും ഞാൻ ഫോൺ വെക്കുകയാണെന്നും പറഞ്ഞ് ഫോൺ ശ്യാമ വെക്കാൻ പോകുമ്പോൾ ആ കുട്ടി പറയുകയാണ്, ഏയ് വെക്കല്ലേ, എനിക്കൊരു ഗുഡ് ന്യൂസ് കൂടി പറയാനുണ്ട്. വാസ്തവത്തിൽ അതിനാണ് ഞാനിപ്പോൾ നിന്നെ വിളിച്ചത്. നിന്റെ കുഞ്ഞേച്ചി കല്യാണം കഴിച്ചിരിക്കുന്നത് സത്യഭാമയുടെ മകൻ വിഷ്ണു ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ആണെങ്കിൽ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുകയാണ്, ആണെങ്കിൽ ആ വിഷ്ണു ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഗോഡൗണിൽ ചുമടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് അമ്പരക്കുകയാണ് ശ്യാമ. ആ കുട്ടി പറയുകയാണ്, ഞാനിതേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പുതുമുഖമാണെങ്കിലും ജോലിയിൽ നന്നായിട്ട് ശോഭിക്കുന്നുണ്ട്. അയാൾക്ക് ഈ ജോലിയിൽ നല്ല ഭാവിയുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. വൈകിട്ട് അച്ഛൻ അയാൾക്ക് കൂലി എണ്ണി കൊടുത്തിട്ട് വേണമായിരിക്കും നിന്റെ കുഞ്ഞേച്ചിക്ക് കഞ്ഞിക്കലം അടുപ്പത്ത് വയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞ് ശ്യാമയെ പരിഹസിക്കുകയാണ് ആ കുട്ടി. തൽക്കാലം ഇത്രയുള്ളൂ, ഞാൻ കൊമ്പ് ഒന്നുകൂടി ഇറക്കിയെന്ന് കരുതിക്കോ, നീ ഒന്നുകൂടി ഇരുന്നങ്ങ് ചൊറിഞ്ഞോ എന്ന് പറഞ്ഞ് ശ്യാമയെ പരിഹസിച്ചിട്ട് ഫോൺ വയ്ക്കുന്നു ആ കുട്ടി. അന്നേരം സങ്കടം കൊണ്ട് കണ്ണ് നിറയുകയാണ് ശ്യാമയ്ക്ക്. തുടർന്ന് ശാലിനിയെ ഫോൺ ചെയ്ത് ശ്യാമ ചോദിക്കുകയാണ്, ഹലോ കുഞ്ഞേച്ചി, കുഞ്ഞേച്ചിയുടെ ഫോണിന് എന്തു പറ്റി? ഞാൻ കുറേ തവണ ഫോൺ ചെയ്തിട്ടും കിട്ടിയില്ലല്ലോ. അന്നേരം ശാലിനി പറയുകയാണ്, അതൊരാൾ തല്ലി പൊട്ടിച്ചു, മെമ്മറി കാർഡ് അടക്കം തല്ലി അരച്ചു കളഞ്ഞു. അതാരാന്ന് ചോദിക്കുകയാണ് ശ്യാമ. അന്നേരം ശാലിനി പറയുകയാണ്, അതാരാണെന്ന് നിനക്ക് ഊഹിച്ചൂടെ? അന്നേരം ശ്യാമ ചോദിക്കുകയാണ്, ഓ സുസ്മിത അല്ലേ? അപ്പോൾ കുഞ്ഞേച്ചി ഇത് ഏത് ഫോണിൽ നിന്നാണ് സംസാരിക്കുന്നത്? അന്നേരം ശാലിനി പറയുകയാണ്, അവളെ കൊണ്ട് പുതിയ ഫോൺ വാങ്ങിക്കാനുള്ള അത്യാവശ്യം ബുദ്ധിയൊക്കെ നിൻ്റെ കുഞ്ഞേച്ചിയുടെ കയ്യിലുണ്ട്, അതാണ് എൻ്റെ കുഞ്ഞേച്ചി എന്നും പറഞ്ഞ് ചിരിക്കുകയാണ് രണ്ടുപേരും. തുടർന്ന് ശാലിനി ചോദിക്കുകയാണ്, അല്ല എന്തു പറയാനാണ് നീ ഇപ്പോൾ എന്നെ വിളിച്ചത്? അവിടെ നിന്ന് വന്നിട്ട് വല്യേച്ചിയെ നമ്മുടെ അമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞു. അവസാനം വല്യേച്ചി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. അയ്യോ എന്നിട്ട് എന്നും പറഞ്ഞ് ചാടി എഴുന്നേൽക്കുകയാണ് ശാലിനി. എന്നിട്ടെന്താ, അവസാനം നമ്മുടെ രഞ്ജിനി ചേച്ചി ശാരിയേച്ചിയെ തിരികെ കൊണ്ടുവന്നു. ഏതോ റെയിൽവേ ട്രാക്കിൽ കൂടി നടക്കുകയായിരുന്നത്രേ. അതൊക്കെ കേട്ട് ആകെ ഞെട്ടുകയാണ് ശാലിനി. എന്നിട്ടെന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, എന്നിട്ടെന്താ, അതൊക്കെ പതിവ് പോലെ തന്നെ. അവസാനം അമ്മയെ കെട്ടിപ്പിടിച്ച് വല്യേച്ചി ഇരുന്നങ്ങ് കരഞ്ഞു. ഞാനിപ്പോൾ അങ്ങോട്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ഇല്ലാന്ന് പറയുകയാണ് ശ്യാമ. കുഞ്ഞേച്ചി, ഞാൻ വേറൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്, എന്താടീന്ന് ചോദിക്കുകയാണ് ശാലിനി. അന്നേരം ശ്യാമ ചോദിക്കുകയാണ്, അല്ല വിഷ്ണുവേട്ടനുണ്ടോ വീട്ടിൽ? എന്താടീന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചിരുന്നു, അവളുടെ അച്ഛൻ്റെ ഗോഡൗണിൽ വിഷ്ണുവേട്ടൻ ചുമടെടുക്കുകയാണെന്ന്.
നേരാണോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ആകെ വിഷമിച്ച് ശാലിനി പറയുകയാണ്, ചിലപ്പോൾ നേരെ ആയിരിക്കും. ജോലി അന്വേഷിക്കുന്നുണ്ടായിരുന്നോ? അന്നേരം സങ്കടപ്പെട്ട് ശ്യാമ ചോദിക്കുകയാണ്, ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതാണോ ചേച്ചി ചെയ്യേണ്ടത്? തുടർന്ന് ശാലിനി ചോദിക്കുകയാണ്, ഈ ജോലിക്ക് എന്താ കുഴപ്പം? ഇത്രയൊക്കെ പഠിപ്പുള്ള മഹാന്മാരുടെ ജീവിത ചരിത്രമൊക്കെ വായിച്ചു പഠിച്ചിട്ടുള്ള എൻ്റെ ശ്യാമയാണോ ഈ ചോദ്യം ചോദിക്കുന്നത്? ഇക്കഴിഞ്ഞ ദിവസം ഒരു വിശേഷം കൂടി ഉണ്ടായി. കുഞ്ഞേച്ചി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന സിവിൽ സർവീസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നിന്റെ കുഞ്ഞേച്ചി പുറത്ത്. അന്നേരം ഞെട്ടി സത്യം ചോദിക്കുകയാണ് ശ്യാമ. അതേ മോളെ, നീ ഇപ്പോൾ ഞെട്ടിയതുപോലെ അന്നേരം നിന്റെ കുഞ്ഞേച്ചിയും ഒന്ന് ഞെട്ടിയിരുന്നോ? ഞാനാകെ തകർന്നിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നിന്റെ ഫോൺ. അന്നേരം ശ്യാമ പറയുകയാണ്, സോറി ചേച്ചി, ഞാനും കുഞ്ഞേച്ചിയെ വിഷമിപ്പിച്ചു അല്ലേ? ഇല്ല മോളെ, നീ ഇപ്പോൾ പറഞ്ഞത് കേട്ട് എനിക്ക് കുറച്ചുകൂടി ഊർജവും ഉണ്ടാകുന്നതേ ഉള്ളൂ. സത്യഭാമയുടെ മകന് ചുമടെടുക്കാമെങ്കിൽ കുടുംബശ്രീ ശാരദയുടെ മകൾക്ക് IAS എക്സാം ഒന്നുകൂടി എഴുതാം. എൻ്റെ ഭർത്താവിനോട് സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ വർദ്ധിക്കുകയാണ് എനിക്കിപ്പോൾ. വിഷ്ണുവേട്ടൻ ജോലി ചെയ്ത് ജീവിക്കുന്നതിൽ മോളുടെ കൂട്ടുകാരികൾ ആരെങ്കിലും കളിയാക്കുന്നതെങ്കിൽ അതൊരു വലിയ വിഷയമായിട്ട് കണക്കാക്കണ്ട. ബാങ്കുകളിൽ നിന്നും ട്രസ്റ്റുകളിൽ നിന്നുമൊക്കെ കൈയിട്ട് വാരുന്നതിനേക്കാൾ അന്തസ്സുണ്ട് കൂലിവേല ചെയ്ത് കുടുംബം പോറ്റുന്നതിന്. അത് പറഞ്ഞ് മോൾ അവരുടെ വായങ്ങ അടപ്പിച്ചേക്കണം. അന്നേരം ചിരിച്ച് ശ്യാമ പറയുകയാണ്, ശരി കുഞ്ഞേച്ചി, ചേച്ചി ഇപ്പോൾ പറഞ്ഞത് കേട്ട് എനിക്കും കുറച്ച് ധൈര്യമൊക്കെ വന്നു. ഇക്കാര്യം പറഞ്ഞ് അവൾ എന്നെ കളിയാക്കി. പക്ഷെ നാളെ കോളേജിൽ വെച്ച് കാണുമ്പോൾ ഇതിനുള്ള മറുപടി ഞാൻ അവൾക്ക് കൊടുത്തേക്കാം. അതെ മോളെ, അങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് ശാലിനി പറയുമ്പോൾ, ശരി കുഞ്ഞേച്ചി, എങ്കിൽ ഞാൻ ഫോൺ വെച്ചോട്ടെ എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് രണ്ടുപേരും. അതേസമയം ഫോൺ വെച്ച് ശാലിനി പറയുകയാണ്, പാവം, എന്നോടുള്ള വാശി കാരണം പച്ചവെള്ളം പോലും കുടിക്കാതെ ആയിരിക്കും ജോലി ചെയ്യുന്നത്. സമയം ഗോഡൗണിൽ വിഷ്ണുവിന് ശമ്പളം കൊടുത്ത ശേഷം മാനേജർ പറയുകയാണ്, അതെ, ഇന്നത്തെ ശമ്പളം തന്നു, നാളെ മുതൽ ഇയാൾക്കിവിടെ ജോലിയില്ല. അന്നേരം വിഷ്ണു പറയുകയാണ്, അല്ല, ഞാൻ ജോലിയിൽ വീഴ്ചയൊന്നും വരുത്തിയിട്ടില്ല. അന്നേരം മാനേജർ പറയുകയാണ്, അല്ല, ഞങ്ങൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. പഴയ പിണക്കങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ മനസ്സിൽ വെക്കല്ലേ. വിഷ്ണു ആകെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് സങ്കടത്തോടെ പറയുകയാണ് വിഷ്ണു. അന്നേരം മാനേജർ പറയുകയാണ്, എനിക്ക് വ്യക്തിവൈരാഗ്യമൊന്നും ഉണ്ടായിട്ടല്ല. മുതലാളിക്ക് നിങ്ങളെ ഇവിടെ നിർത്താൻ താല്പര്യമില്ല. അല്ല, അദ്ദേഹവുമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ലല്ലോ. ഞാൻ നന്നായി ജോലി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് പറയണം. ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കാമെന്ന് പറയുമ്പോൾ മാനേജർ പറയുകയാണ്, സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. 2 ആളുടെ ജോലിയാണ് നിങ്ങളിവിടെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തത്. പക്ഷേ സത്യഭാമയുടെ മകന് കൊടുക്കാൻ ഇവിടെ ജോലിയില്ല. അത് തന്നെയാണ് പ്രശ്നം. അന്നേരം വിഷ്ണു പറയുകയാണ്, സത്യഭാമയുടെ മകനായിരുന്നുവെങ്കിൽ ഇവിടെ ജോലിക്ക് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അന്നേരം മാനേജർ പറയുകയാണ്, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊന്നും നമുക്കറിയണ്ട. ഒരു അപേക്ഷയുള്ളൂ, ദയവായി ഇവിടെ ജോലിക്ക് വരരുത്. അന്നേരം സങ്കടത്തോടെ വിഷ്ണു പറയുകയാണ്, ഇല്ല, ഞാൻ പൊയ്ക്കോളാം. ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകണ്ട. താങ്ക് യു എന്ന് പറഞ്ഞ് തൊഴുതിട്ട് പോവുകയാണ് വിഷ്ണു. തുടർന്ന് ഗോഡൗണിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം പോക്കറ്റിൽ നിന്നും പൈസ എടുത്ത് സങ്കടത്തോടു കൂടി അതിലങ്ങനെ നോക്കി കുറേ നേരം വിഷ്ണു റോഡിലങ്ങനെ നിൽക്കുന്നു. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിൽ ആകെ വിഷമിച്ചിരിക്കുന്ന ശാരികയുടെ അടുത്തേക്ക് വന്ന് ശ്യാമ പറയുകയാണ്, വല്യേച്ചി, ഒരു കാര്യം അറിഞ്ഞോ? കുഞ്ഞേച്ചിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നില്ലേ സിവിൽ സർവീസ് പാസ്സാവാൻ? പക്ഷേ കുഞ്ഞേച്ചിക്ക് അതിന് പറ്റിയില്ല. അത് കേട്ട് വിഷമത്തോടെ ശാരിക പറയുകയാണ്, അങ്ങനെ അക്കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി അവൾക്ക് കളക്ടറാകാൻ പറ്റില്ല അല്ലേ? അങ്ങനെയൊന്നും അല്ല വല്യേച്ചി, പ്രിലിമിനറി പാസ്സായതല്ലേ, മെയിൻ എക്സാം ഇനിയും എഴുതാൻ പറ്റും. അന്നേരം ശാരിക ചോദിക്കുകയാണ്, ഈ സങ്കടങ്ങളെല്ലാം ഉള്ളിൽ വെച്ചിട്ട് അവൾ എങ്ങനെയാണ് മോളെ ഈ കടമ്പയിന് കടക്കാൻ പോകുന്നത്? കഴിഞ്ഞ തവണ മനസ്സിന് താങ്ങാൻ പറ്റാത്ത അനുഭവങ്ങളുമായിട്ടാണ് അവൾ പരീക്ഷ എഴുതാൻ പോയത്. ഇനി ഒരു പരീക്ഷ എഴുതാൻ പോയാൽ അവളെ തോൽപ്പിക്കുന്നത് ഞാനായിരിക്കും. വല്യേച്ചി എന്തൊക്കെയായി പറയുന്നതെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ശാരിക പറയുകയാണ്, ശാലിനിയുടെ മനസ്സിലെ ഏറ്റവും വലിയ ചോദ്യചിഹ്നം ഇപ്പോൾ ഞാനാണ്. ഇതിനൊരു മറുപടി കണ്ടെത്തിയിട്ടേ അവൾക്ക് മറ്റെന്തിലേക്കും ഇനി മനസ്സർപ്പിക്കാൻ പറ്റൂ. ശാരിക എന്ന് പറയുന്നത് ആർക്കും പരിഹാരം കണ്ടെത്താൻ പറ്റാത്ത ഒരു പ്രശ്നമാണ്, ദൈവത്തിന് പോലും എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ശാരിക. ശാരികയുടെ അവസ്ഥ കണ്ട് ശ്യാമ ചോദിക്കുകയാണ്, വല്യേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത്? അന്നേരം ശാരിക പറയുകയാണ്, നീ പേടിക്കണ്ട, വല്യേച്ചി ഇനി റെയിൽവേ ട്രാക്കിലോട്ടൊന്നും പോകില്ല. വീണ്ടും ശ്യാമ വല്യേച്ചി എന്നും പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുമ്പോൾ ശാരിക പറയുകയാണ്, പൊയ്ക്കോ, ഞാൻ അല്പസമയം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ ഹാളിൽ തമാശയൊക്കെ പറഞ്ഞിരിക്കുകയാണ് രാഘവൻ നായരും സുസ്മിതയും ഭാമയും.
അതേസമയം പ്രീതി ചായയുമായി വരുമ്പോൾ രാഘവൻ നായർ ചോദിക്കുകയാണ്, പൊന്നി വരാറില്ലേ ഇപ്പോൾ? അന്നേരം ഭാമ പറയുകയാണ്, അവളുടെ ഭർത്താവിനെന്തോ സുഖമില്ലെന്ന്. അത് കേട്ട് സുസ്മിത പറയുകയാണ്, ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണ്. വരാത്ത ദിവസത്തെ ശമ്പളം ഒന്ന് പിടിച്ചു നോക്ക്, അപ്പോൾ എല്ലാ ദിവസവും വരാൻ ഉത്സാഹം കാണും. അന്നേരം രാഘവൻ നായർ ചോദിക്കുകയാണ്, മനുഷ്യത്വമെന്ന് ഉള്ളത് ഒന്നില്ലേ സുസ്മിത നിനക്ക്? അസുഖം വന്നാൽ പിന്നെ എന്താ ചെയ്യുക? അന്നേരം സുസ്മിത പറയുകയാണ്, എൻ്റെ പോളിസി അങ്ങനെയല്ല അങ്കിൾ. നമ്മളൊരാൾക്ക് കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾ നമ്മുടെ അടിമയാണ്. നമ്മുടെ പണം കൊണ്ടല്ലേ അവരുടെ ഉപജീവനം കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ പിഴിയാവുന്ന അത്രയും പിഴിയണം, എന്നാലേ മനസ്സിനൊരു തൃപ്തി കിട്ടൂ എന്നൊക്കെ സുസ്മിത പറയുമ്പോൾ സത്യഭാമയെ നോക്കി എന്താ ഇതൊക്കെ എന്ന രീതിയിലിരിക്കുകയാണ് രാഘവൻ നായർ. അതേസമയം അവിടെ ഒരു കവറൊക്കെ ആയിട്ട് കയറി വരികയാണ് വിഷ്ണു. ആഹാ, വിഷ്ണു വന്നല്ലോ എന്ന് രാഘവൻ നായർ പറയുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് ശാലിനി വരുന്നത് കണ്ടിട്ട് സുസ്മിതയും പറയുകയാണ്, ഓ അവളും വന്നു. കവർ അവിടെ വെച്ച ശേഷം രാഘവൻ നായരുടെ കാൽ തൊട്ട് തൊഴുകയാണ് വിഷ്ണു. എന്താ മോനെ എന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ, ഒരു വിശേഷമുണ്ട് അച്ഛാ എന്ന് പറഞ്ഞിട്ട് കവറിൽ നിന്നും സീഡ്സ് എടുക്കുകയാണ് വിഷ്ണു. ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കിയ കാശ് കൊണ്ട് വാങ്ങിച്ച സീഡ്സാണിത്. അത് രാഘവൻ നായർ വാങ്ങുമ്പോൾ ആകെ സന്തോഷിക്കുകയാണ് പ്രീതിയും ശാലിനിയുമൊക്കെ. എന്നാൽ അതൊന്നും ഒരു മൈൻഡില്ലാതെ ഇരിക്കുകയാണ് ഭാമയും സുസ്മിതയും. തുടർന്ന് വിഷ്ണു പോക്കറ്റിൽ നിന്നും പൈസ എടുത്തിട്ട്, ദാ ഇതെൻ്റെ ആദ്യത്തെ ശമ്പളമാണ് എന്ന് പറഞ്ഞ് രാഘവൻ നായർക്ക് നേരെ നീട്ടുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, അത് നീ നിൻ്റെ അമ്മയ്ക്ക് കൊടുത്തേക്ക്. തുടർന്ന് സത്യഭാമയുടെ അടുത്തേക്ക് ചെന്നിട്ട് പൈസ നീട്ടുകയാണ് വിഷ്ണു. അതൊന്നും മൈൻഡ് ചെയ്യാതെ ഭാമ സുസ്മിതയോട് ചോദിക്കുകയാണ്, സുസ്മിതേ, നമ്മുടെ അൽസേഷ്യൻ നായയ്ക്ക് നീ ഫുഡ് വാങ്ങിച്ചില്ലേ? അവിടത്തെ പൈസ കൊടുത്തോ പെറ്റ് ഷോപ്പിൽ? അന്നേരം ഇല്ല ആൻറ്റി എന്ന് പറയുകയാണ് സുസ്മിത. എന്നിട്ട് വിഷ്ണു നീട്ടുന്ന ആ പൈസയൊന്ന് നോക്കിയിട്ട് വിഷ്ണുവിനെ പരിഹസിച്ച് ഭാമ പറയുകയാണ്, 2200. നീ ആ പൈസ അങ്ങ് ഓൺലൈനിൽ അയച്ചു കൊടുത്താൽ മതി. വിഷ്ണു കൊണ്ടുവന്ന പൈസ സത്യഭാമയുടെ വീട്ടിലെ പട്ടിക്ക് ഭക്ഷണം പോലും വാങ്ങിക്കാനുള്ളത് തികയില്ല എന്ന അർത്ഥത്തിൽ ഭാമ കളിയാക്കുന്നത് കേട്ട് മനസ്സിലാക്കി ആ ആൻറ്റീന്ന് സമ്മതിക്കുകയാണ് സുസ്മിത. ഈ ആക്ഷേപമൊക്കെ കേട്ടിട്ട് രാഘവൻ നായർ പറയുകയാണ്, ഭാമേ, നീ ആ പണം വാങ്ങിക്ക്. അന്നേരം ഭാമ ചോദിക്കുകയാണ്, എന്തിന്? ഭാമയുടെ നെറ്റിയിലിങ്ങനെ പോറാനോ? വല്ലവനും വേണ്ടി അടിമപ്പണി ചെയ്ത് കിട്ടുന്ന പണം ഈ സത്യഭാമയ്ക്ക് വേണ്ട. സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞ വിഷ്ണു പണം ഞാൻ ഇവിടെ വയ്ക്കുന്നുണ്ടെന്നും പറഞ്ഞ് ടീപ്പോയുടെ പുറത്ത് വയ്ക്കുകയാണ് പൈസ. എന്നിട്ട് സങ്കടത്തോടു കൂടി ശാലിനി ഒന്ന് നോക്കുകയാണ്. ശാലിനിക്കും അന്നേരം കണ്ണു നിറയുന്നുണ്ട്. തുടർന്ന് സങ്കടത്തോടുകൂടി മുകളിലേക്ക് കയറിപ്പോകുന്ന വിഷ്ണുവിനെ നോക്കിയിട്ട് രാഘവൻ നായർ പറയുകയാണ്, ഭാമേ, നീ കാട്ടിയത് വലിയ മോശമായി പോയി. അന്നേരം സുസ്മിത ചോദിക്കുകയാണ്, അല്ല ആൻറ്റി പറഞ്ഞതിൽ എന്താ തെറ്റ്? ആൻറ്റി അപമാനിക്കുകയല്ലേ വിഷ്ണുവേട്ടൻ ഇപ്പോൾ ചെയ്തത്? ഈ വീട്ടിൽ നിന്നും ഒരാൾ ജോലിക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല എന്നല്ലേ അതിനർത്ഥം? തുടർന്ന് സുസ്മിത വിഷ്ണു കൊണ്ടുവച്ച് ആ പൈസ എടുത്തിട്ട് 1000 ഉലുവ എന്ന് പറഞ്ഞ് നോട്ട് കീറാൻ തുടങ്ങുകയാണ്. അന്നേരം അത് തടുത്ത് ദേഷ്യത്തോടു കൂടി ശാലിനി സുസ്മിത അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇത്രയുമാകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്